അൽഹംദുലില്ലാ, പരിശുദ്ധമായ സഫർ മാസം വിട പറയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. റബീഉൽ അവ്വൽ, ആദ്യ വസന്തം എന്ന അർത്ഥം വരുന്ന പുണ്യമായ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. റബീഉൽ അവ്വൽ 1 എന്നാണ് ഉസ്താദെ പലരും ചോദിക്കുകയാണ്. കൃത്യമായി നമുക്ക് റബീഉൽ അവ്വൽ 1 ഈ വർഷം എപ്പോഴാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണ്. നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് ഈ മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്? 15 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 15 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പുണ്യമായ ഈ റബീഉൽ അവ്വൽ മാസത്തെ നമുക്ക് വരവേൽക്കാം. എങ്ങനെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന നിരവധി ഉപ്പമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? കേട്ടോളൂ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ, എന്താണ് ഈ റബീഉൽ അവ്വൽ? അതിൻ്റെ അർത്ഥം എന്താണ്? റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പറയേണ്ട, നമ്മൾ ഒരുക്കി വെക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ആ നബിയോടുള്ള ഇഷ്ടം, മഹബത്ത് ഒരുപാട് ഖൽബിൽ കൊണ്ടും നടക്കാനും നമുക്ക് മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനും ആ മരിക്കുന്നതിന് മുമ്പ് റൗളയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഖൽബ് നിറയെ പറയാനും മരണശേഷം മുത്തായ ഹബീബിൻ്റെ ശഫാഅത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്ക് വിധി നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് പരിശുദ്ധമായ ഹബീബിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് തുടങ്ങാം. എല്ലാവരും ഒന്നിച്ചൊന്ന് ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു എല്ലാവിധ ഖൈറിലും നന്മയിലുമാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് സഫർ മാസത്തിൻ്റെ 27ാമത്തെ ദിനമാണ്. ഇന്ന് സഫർ 27, നാളെ ചൊവ്വാഴ്ച സഫർ 28, മറ്റന്നാൾ ബുധനാഴ്ച സഫർ 29. എന്നാണ് റബീഉൽ അവ്വൽ 1 എന്ന് പല ആളുകളും ചോദിച്ചു. അവർക്കുള്ള റിപ്ലൈ തരുകയാണ്, മറുപടി തരുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച സഫർ മാസം 29ാമത്തെ ദിവസമാണ്. ഈ വരുന്ന ബുധനാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ വ്യാഴാഴ്ച റബീഉൽ അവ്വൽ 1 ആയിരിക്കും. ഇനി ബുധനാഴ്ച സഫർ 29 മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ വ്യാഴാഴ്ച സഫർ 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വരുന്ന വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരിക്കും റബീഉൽ അവ്വൽ 1. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഫർ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൂടെയാണ് പോകുന്നത്. പുണ്യമായ റബീഉൽ അവ്വൽ, ആദ്യ വസന്തം, റബ്ബേ മുത്തായ ഹബീബിൻ്റെ ചാര ചെല്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. ആ ഹബീബിൻ്റെ ആ മദ്ഹുകൾ പറയുന്ന, നബിതങ്ങളെപ്പറ്റി പാടുന്ന, നബിതങ്ങളുടെ മൗലിദുകൾ ഓതുന്ന ആ മുത്തായ ഹബീബിനെ പറ്റി മാത്രം പ്രപഞ്ചം മുഴുവനും സംസാരിക്കുന്ന ദിനങ്ങൾ, മാസം ഇതാ കടന്നു വരികയാണ്. ആ റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി തരുകയാണ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. മുത്തായ ഹബീബിനെ പറ്റി പറയുന്ന സദസ്സാണ്. അള്ളാഹു
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ മദ്ഹുകൾ പറയുന്ന, മനാഖിബുകൾ പറയുന്ന, ആ നബിതങ്ങളുടെ മൗലിദുകളെ പറ്റി പറയുന്ന സദസ്സാണ് നമ്മുടെ സദസ്സ്. അള്ളാഹു എന്തുകൊണ്ടും നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 12 മാസം തന്നിട്ടുണ്ട്. ഈ 12 മാസങ്ങൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, നേട്ടങ്ങളാണ്, പ്രത്യേകതകളാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. റമളാനിന് വലിയ ശ്രേഷ്ഠത വരാനുള്ള കാരണം റമളാനിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. റജബ് മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. കാരണം റജബ് മാസത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് റജബ് 27 മിഅ്റാജിന്റെ ദിനമാണ്. അതുപോലെ ശഅബാനിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ശഅബാൻ 15 ബറാഅത്ത് രാവാണ്. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് നടക്കുന്നത്, അറഫ നടക്കുന്നത്, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. ശവ്വാൽ മാസത്തിലാണ് ചെറിയ പെരുന്നാളുള്ളത്. ഇതുപോലെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ കർന ബദലി റസൂലോം കി ഹോത്തി രഹി ചാന്ദ് ബദലി കനിക്ലാ ഹമാരാ നബി. അല്ലേ, പുണ്യമായ മുത്തായ ഹബീബിൻ്റെ ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അല്ലാഹുവേ, ആ റബീഉൽ അവ്വലിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. റബീഉൽ അവ്വൽ മാസത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠതയും പവിത്രതയും ഉണ്ടാവാനുള്ള കാരണം ആ റബീഉൽ അവ്വൽ മാസത്തിലാണ് മുത്തായ ഹബീബ് ജനിച്ചത്. നബിതങ്ങളുടെ ജനനം സംഭവിച്ചത് കൊണ്ടാണ് ഈ മാസത്തിന് ഇങ്ങനെ ഒരു പവിത്രത ഉണ്ടാവാനുള്ള കാരണം. അല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചത് കൊണ്ട് നബിതങ്ങൾക്ക് മഹത്വമുണ്ടായതല്ല. നബിതങ്ങൾ ജനിച്ചത് കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിന് മഹത്വമുണ്ടായി, അങ്ങനെ വേണം പറയാൻ. നബിതങ്ങൾ ജനിച്ചത് കൊണ്ട്, നബിതങ്ങൾ ജീവിച്ചത് കൊണ്ട് മക്കക്കും മദീനക്കും പവിത്രതയുണ്ടായി. മറ്റ് സ്ഥലങ്ങളെക്കാൾ മക്കക്കും മദീനക്കും ശ്രേഷ്ഠതയുണ്ടാവാനുള്ള കാരണം ഈ മക്കയിലും മദീനയിലുമാണ് മുത്തായ ഹബീബ് ജനിച്ച് ജീവിച്ചത്, നബിതങ്ങൾ വഫാത്തായത്. അതുകൊണ്ട് മക്കക്കും മദീനക്കും ശ്രേഷ്ഠത വന്നു. അതുകൊണ്ട് മക്കക്കും മദീനക്കും ശ്രേഷ്ഠത വരാനുള്ള കാരണം അല്ലേ. അള്ളാഹുവെ പടച്ചവനെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരികയായ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ വരവേൽക്കേണ്ടത് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറഞ്ഞു തരാം. ഒന്നാമതായി, റബീഉൽ അവ്വൽ എന്താ അതിൻ്റെ അർത്ഥം? ആദ്യ വസന്തം എന്നാണ്. ആദ്യ വസന്തം, ജഗത് ഗുരുവിന് ജന്മം നൽകാൻ ജഗന്നിയന്താവായ നാഥൻ തിരഞ്ഞെടുത്ത മാസമാണ് റബീഉൽ അവ്വൽ, ആദ്യ വസന്തം. ക്രിസ്താബ്ദം 521 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് നമ്മുടെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനായത്. ആ റസൂലിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. നമുക്ക് ഈ മാസം വരുമ്പോൾ, റബീഉൽ അവ്വൽ മാസം എന്ന് കേൾക്കുമ്പോൾ ഒന്നാമതായി വേണ്ടത് മനസ്സിൽ സന്തോഷമുണ്ടാവണം. ചില ആളുകൾക്ക് റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ വിറളി പിടിക്കും, ചില ആളുകൾക്ക് സങ്കടമാണ്, ചില ആളുകൾ വിമർശനങ്ങളുമായി വരും. നമ്മൾ അത്തരത്തിലുള്ള ആളുകളെയും വിമർശനങ്ങളെയും ഈ മാസത്തിൽ മാറ്റിവെക്കുകയാണ്. കാരണം നമുക്കത് ശ്രദ്ധിക്കാൻ നേരമില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, ആ മുത്തായ റസൂലിൻ്റെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകൾ പറയാനും നബിതങ്ങളെ വാനോളം പുകഴ്ത്താനും നബിതങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും നമുക്ക് ഉള്ള മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതുകൊണ്ട് അനാവശ്യ ചിന്തകളും ചർച്ചകളൊക്കെ മാറ്റിവെക്കുക. ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് കടക്കേണ്ട കാര്യമില്ല, മനസ്സിൽ സന്തോഷമുണ്ടാവുക. 2, നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് ഒരുക്കി തയ്യാറാക്കുക. ഹറാമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, ഹറാമായ ചിന്തകളിൽ നിന്നും മാറി നിൽക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. എന്തിന്? റബീഉൽ അവ്വൽ മാസത്തെ, മുത്തായ ഹബീബിനെ, ആ ഹബീബ് ജനിച്ച മാസത്തെ നമ്മൾ സ്വീകരിക്കുക. മനസ്സ് നിറയെ സ്വീകരിക്കുക, ശരീരം നിറയെ സ്വീകരിക്കുക. പിന്നെയോ എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഈ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകൾ, നമ്മുടെ പള്ളികളൊക്കെ ശബ്ദമുഖരിതമായിരിക്കും. എന്തുകൊണ്ട്? മൗലിദിന്റെ ശബ്ദമായിരിക്കും. മൗലൂദ് അല്ല, മൗലിദ് എന്നാണ് കേട്ടോ. മൗലൂദ് എന്നല്ല പറയേണ്ടത്, മൗലിദ്. അതുപോലെ തന്നെ മദ്ഹ് ഗാനങ്ങൾ, നമ്മുടെ മക്കളൊക്കെ മദ്ഹ് ഗാനങ്ങൾ പാടുന്നു, മദ്രസയിൽ നബിദിന പരിപാടികൾ നടത്തുന്നു അല്ലെ, അൽഹംദുലില്ലാ. ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടാവണം. അപ്പോൾ മൗലിദ് കിതാബ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ആ കിതാബ് ഒന്ന് വാങ്ങി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ മൗലിദ് കിതാബ് ഉണ്ടാകും.
അപ്പോൾ മൊബൈലിൽ നോക്കി ഓതുന്നതിനേക്കാളൊക്കെ വലിയ ഖൈർ ആ മൗലിദ് കിതാബ് നോക്കി ഓതലാണ്. ഇപ്പോൾ 101 വക അല്ലെങ്കിൽ 5001 വക 1001 വക എന്നൊക്കെ പറഞ്ഞ് ഒരു അദ്കാർ കിട്ടും, അല്ലെങ്കിൽ മൗലിദ് കിതാബ് കിട്ടും. അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് എടുത്ത് വെക്കുക. എന്തിനാ? അത് നോക്കി നമുക്ക് മൗലിദ് ഓതാൻ. അപ്പോൾ മൗലിദ് കിതാബ് ഇല്ലാത്തവർ അതൊക്കെ ഒന്ന് വാങ്ങി വെക്കുക. കാരണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ പുണ്യമായ മാസം കടന്നു വന്നിട്ട് ഓടി നടക്കേണ്ട കാര്യമില്ല. ഇപ്പോഴേ നമ്മൾ മൗലിദ് കിതാബൊക്കെ വാങ്ങി വെക്കുക. വിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം, നമ്മുടെ വീടുകളൊക്കെ ഒന്ന് അലങ്കരിക്കുക. അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആർഭാടം കാണിക്കുക, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ചെറിയ രൂപത്തിൽ സാധാരണയേക്കാൾ കവിഞ്ഞ് നമ്മുടെ വീടൊന്ന് അലങ്കരിക്കുക. ഒരു ബൾബ് തൂക്കുക. എന്താ? റബീഉൽ അവ്വൽ മാസം വരുന്നു, തോരണം തൂക്കുക. അങ്ങനെയുണ്ട് അല്ലേ? തോരണം തൂക്കും. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, മുമ്പ് ബസ്രയിലും കൂഫയിലും മദീനയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒരുപാട് വർണ്ണങ്ങൾ തൂക്കുമായിരുന്നു, ഒരുപാട് വർണ്ണ കടലാസുകൾ തൂക്കുമായിരുന്നു, ലൈറ്റുകൾ പിടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആവശ്യമായി തൂക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അമിതവ്യയം അത് ഒരിക്കലും പാടില്ല, ഒന്നിലും പാടില്ല. അമിതവ്യയം കാണിക്കരുത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ, നമ്മുടെ വീടുകളൊക്കെ ഒന്ന് അലങ്കരിക്കാമല്ലോ, ഒന്ന് അടിച്ചു വൃത്തിയാക്കാമല്ലോ. റമളാൻ മാസം വരുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്നത് പോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴും നമ്മളൊന്ന് ശുദ്ധീകരിക്കണേ. കാരണം നമ്മുടെ വീട് നബിതങ്ങൾ കാണുന്ന വീടാണ്. നമ്മുടെ വീട്, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് നബിതങ്ങൾ കാണുന്ന, നബിതങ്ങൾ നോക്കുന്ന ഒരു വീടായി മാറണം. കാരണം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുകൾ പറയേണ്ട മാസമാണല്ലോ. നബിതങ്ങളെ പറ്റി പറയുമ്പോൾ നബിതങ്ങളെ ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് നബിതങ്ങൾ നമ്മുടെ വീടുകൾ കാണുമല്ലോ. അതുകൊണ്ട് വീടുകളൊന്ന് ശുദ്ധിയാക്കണേ, അലങ്കരിക്കണേ. ചെറിയ രൂപത്തിൽ ലൈറ്റുകൾ കൊടുത്തിട്ട്, അതുപോലെ തന്നെ വർണ്ണക്കടലാസുകൾ കൊണ്ട് നമ്മുടെ മക്കൾക്ക് വലിയ ഒരു ആവേശമായിരിക്കും അത്. പിന്നെയോ മറ്റൊരു കാര്യം, 5ാമത്തെ കാര്യം, സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണേ. സ്വലാത്തുകൾ അധികരിപ്പിക്കണേ. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പ് നടത്തേണ്ട രൂപം പ്രധാനപ്പെട്ടത് സ്വലാത്ത് അധികരിപ്പിക്കുക. ഒരുപാട് സ്വലാത്തുകൾ എണ്ണം വെച്ച് തന്നെ ചൊല്ലുക. ഞാൻ ഈ റബീഉൽ അവ്വൽ 12-ന് മുമ്പ് ഇൻഷാ അല്ലാഹ് 1001 തവണ 1001 തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ ചൊല്ലും, അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ ചൊല്ലും, നാരിയത്ത് സ്വലാത്ത് ഞാൻ ചൊല്ലും, അദദ് സ്വലാത്ത് ഞാൻ ചൊല്ലും, താജു സ്വലാത്ത് ഞാൻ ചൊല്ലും, കഞ്ചു സ്വലാത്ത് ഞാൻ ചൊല്ലും എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഏതെങ്കിലും ഒരു സ്വലാത്ത് നമുക്ക് പറ്റുന്നത് ഇബ്രാഹിമിയ സ്വലാത്തായാൽ ഏറ്റവും നല്ലതാണ്. 1001 വട്ടം ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ കരുതുക. റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് ഇൻഷാ അല്ലാഹ് 1001 സ്വലാത്ത് ചൊല്ലിയ ആളുകൾ, അവർ പേര് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇപ്പോഴേ മനസ്സിൽ കരുതുക. റബീഉൽ അവ്വൽ 1 കാത്തു നിൽക്കണ്ട, ഇന്ന് തന്നെ തുടങ്ങിക്കോ, സ്വലാത്ത് ചൊല്ലി തുടങ്ങിക്കോ. 1001 വട്ടം ഞാൻ ഏത് ചൊല്ലും? ഞാനൊരു എണ്ണം പറഞ്ഞതാണ്. 1001 10,000 4000 എത്രയാണെന്ന് വെച്ച് നിങ്ങൾക്ക് ചൊല്ലാം. ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പോൾ ആ സ്വലാത്ത് ചൊല്ലാൻ 6ാമതായി ശ്രദ്ധിക്കേണ്ടത്, അതിന് തസ്ബീഹ് മാലയോ അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ടല്ലോ, കൗണ്ടർ നമ്മൾ വിരലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന കൗണ്ടർ, ആ കൗണ്ടർ വാങ്ങി വെക്കുക. അതൊക്കെ ഇപ്പോഴേ വാങ്ങി വെക്കുക. അതുപോലെ 7ാമതായി ശ്രദ്ധിക്കാനുള്ളത്, മൗലിദ് നമ്മൾ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഓതുന്നത്, മൗലിദിന്റെ സദസ്സിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1 എന്നാണോ അന്ന് മുതൽ റബീഉൽ അവ്വൽ 12 വരെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം മൗലിദിന്റെ സദസ്സ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കണം. അല്ലാഹു തആല മൗലിദിന്റെ സദസ്സ് അതൊക്കെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മുടെ ചാനലിൽ മഗ്രിബിന് ശേഷം നമ്മൾ സാധാരണ ദിക്റിന്റെ മജ്ലിസാണുള്ളത്. നമുക്ക് റബീഉൽ അവ്വൽ ആകുമ്പോൾ അത് മൗലിദിന്റെ മജ്ലിസായി മാറും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ മൗലിദ് എങ്ങനെയാണ് ഓതേണ്ടത്, ആ രൂപമൊക്കെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ഇപ്പോഴേ ഒന്ന് പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ ചൊല്ലിയ മൗലിദൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എന്താണ് അർഷദ് ബദ്രി ഒഫീഷ്യൽ മങ്കൂസ് മൗലിദ് എന്നൊക്കെ നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മൗലിദിൻ്റെ ആ രൂപം എങ്ങനെയാണ് ഓതേണ്ടത്, ആദ്യം എന്ത് ഓതണം, രണ്ടാമത് എന്ത് ഓതണം, അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കാൻ
ശ്രദ്ധിക്കാൻ പറ്റും. എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എങ്കിലും, കുറഞ്ഞത് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ ഓതാം. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടുകളിൽ ഓതാൻ ശ്രദ്ധിക്കണം. പള്ളികളിൽ പുരുഷന്മാർ പോയി ചിലപ്പോൾ പങ്കെടുക്കാറുണ്ടാകും. പക്ഷെ വീടുകളിൽ നമ്മുടെ ഉമ്മമാര്, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ മൗലിദ് ഓതണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒമ്പതാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴേ നമ്മൾ നിയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ മാസം വിട പറയുന്നതിന് മുമ്പ് എൻ്റെ കരളിൻ്റെ കരളായ, ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കൊന്ന് സ്വപ്നം കാണണം, എനിക്ക് മദീനയിൽ പോവണം, എനിക്ക് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരച്ചെന്ന് സലാം പറയണം, എനിക്ക് സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടണം. ഈ നിയ്യത്തുകൾ വെച്ചിട്ട് നമ്മൾ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കണേ. പത്താമതായി ശ്രദ്ധിക്കാനുള്ളത്, സുന്നത്തുകൾ അധികമായി നമ്മൾ എടുക്കുക. സാധാരണ ദിവസവും മാസവും പോലെയല്ല, റബീഉൽ അവ്വൽ മാസത്തിൽ കൂടുതൽ സുന്നത്തുകൾ നമ്മൾ എടുക്കുക. ഒരാൾ തുപ്പുകയാണെങ്കിൽ ഇടത്തേക്ക് തുപ്പണം, സുന്നത്താണ്. വലത്തേക്ക് തുപ്പാൻ പാടില്ല, കറാഹത്താണ്. അത് ശ്രദ്ധിക്കുക. അല്ല, തുപ്പുന്ന സമയത്ത് അതും ശ്രദ്ധിക്കണം. തുപ്പുമ്പോൾ കിബിലക്ക് മുന്നിട്ട് തുപ്പരുത്, വലത്തേക്ക് തുപ്പരുത്, ഇടത് ഭാഗത്തേക്ക് നമ്മൾ തുപ്പുക. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുണ്ട്, അത് നമ്മൾ പാലിക്കുക. വലത് കൈ കൊണ്ട് കഴിക്കുക, ഇരുന്ന് കഴിക്കുക, ബിസ്മി പറയുക, സംസാരിക്കാതിരിക്കുക, കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയുക, പാത്രം വടിച്ച് കഴിക്കുക, തുടങ്ങിയ ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്തുണ്ട്, ബിസ്മില്ല പറഞ്ഞ വസ്ത്രം ധരിക്കുക, വലതിനെ മുന്തിക്കുക, അല്ലേ? അതുപോലെ വീട്ടിൽ കടക്കുമ്പോൾ സുന്നത്തുണ്ട്, വലത് കാലുകൊണ്ട് കയറുക, സലാം പറയുക, ബിസ്മില്ല പറയുക, ഇറങ്ങുമ്പോൾ ഇടത് കാലുകൊണ്ട് ഇറങ്ങുക. പിന്നെയോ വാഹനത്തിൽ കയറുമ്പോഴുള്ള സുന്നത്തുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ തുടങ്ങിയ ഒരുപാട് ദിക്റുകൾ നമുക്ക് സുന്നത്തായി പറയാനുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ സുന്നത്തുണ്ട്, അത് നമ്മൾ പാലിക്കുക. ഇടത് കാലുകൊണ്ട് കയറുക, വലത് കാലുകൊണ്ട് ഇറങ്ങുക. അതുപോലെ അതിൻ്റെ സുന്നത്തായ ദുആകൾ പറയുക, കൂടുതൽ നേരം അവിടെ ഇരിക്കാതിരിക്കുക. ഇതൊക്കെ ബാത്റൂമിൽ കയറുമ്പോഴുള്ള സുന്നത്താണ്, മര്യാദയാൻ. ഉറങ്ങുമ്പോൾ സുന്നത്തുണ്ട്, ആ സുന്നത്ത് നമ്മൾ പാലിക്കുക. ഉളുവോടുകൂടി കിടക്കണേ, കിബിലക്ക് മുന്നിട്ട് കിടക്കണേ, അതിൻ്റെ ദിക്ർ, സ്വലാത്ത്, ഔറാദുകൾ പറയണേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും സുന്നത്തുണ്ട്, അതും നമ്മൾ നോക്കണേ. കണ്ണാടി നോക്കുമ്പോൾ സുന്നത്തുണ്ട്, മുടി ഈ ചീകുന്ന സമയത്ത് സുന്നത്തുണ്ട്. എത്രയോ സുന്നത്തുകളാണുള്ളത്. ഇതെല്ലാം പരമാവധി ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിച്ചവരായി നമ്മൾ മാറും. അള്ളാഹുവിൻ്റെ ഹബീബിന് കൂടുതൽ നമ്മളോട് ഇഷ്ടമുണ്ടാകും, നമുക്ക് മുത്തായ ഹബീബിനോട് ഒരുപാട് ഇഷ്ടമുണ്ടാകും. അതുവഴി സ്വർഗത്തിൽ മുത്തായ ഹബീബിനോടൊപ്പം കടക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് തരുന്നതാണ്. പിന്നെയോ പറ്റുന്ന രൂപത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പറ്റുന്ന രൂപത്തിൽ നോമ്പ് പിടിക്കുക. റബീഉൽ അവ്വൽ 1 മുതൽ നമുക്ക് നോമ്പ് പിടിക്കാം, പറ്റുന്നവരെ നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം റബീഉൽ അവ്വൽ നോമ്പുകാരായിരിക്കുക. അതുപോലെ സ്വതക്ക കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, മൗലിദിൻ്റെ സദസ്സിൽ ചീരണി കൊടുക്കുക. അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്, നല്ല കാര്യമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ചര്യയാണ്. ഭക്ഷണം ഇത്വാം, അതെന്താണ്? ഭക്ഷണം കൊടുക്കുക. അത് ഏത് സദസ്സിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്, അല്ലേ? ഭക്ഷണം കൊടുക്കുക, മധുരം കൊടുക്കുക. പിന്നെയോ 13ാമതായി ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരെ, നിങ്ങൾ പള്ളിയിൽ മൗലിദുണ്ടാകും മഗ്രിബിന് ശേഷം, അതിൽ നിങ്ങൾ പങ്കെടുക്കണേ. അതുപോലെ തന്നെ വീട്ടിലും നിങ്ങൾ നടത്തണേ. 14ാമത്തേത്, ദീനിയായ മജ്ലിസുകൾ ഉണ്ടാകും, നബിദിന പരിപാടികൾ നമ്മുടെ പള്ളികളിൽ നടത്തുന്നുണ്ടാകും, വാളിൻ്റെ സദസ്സുണ്ടാകും, മതപ്രഭാഷണത്തിൻ്റെ സദസ്സുണ്ടാകും. ആ സ്ഥലത്തൊക്കെ പോയി ഇരിക്കുക, അവിടെ നിന്ന് ഉസ്താദുമാർ പറയുന്നതൊക്കെ കേൾക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. 15ാമത്തേത്, ഈ നബിദിനവുമായി ബന്ധപ്പെട്ട്, റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ പരിപാടികൾ ഉണ്ടാകും, അതിലൊക്കെ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക, അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിക്കേണ്ടത്, റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ ഹിജ്റ കലണ്ടറിന്റെ 3ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ 3ാമത്തെ മാസമാണ്. വസന്തകാലം എന്നാണ് റബീഉ എന്ന വാക്കിന്റെ അർത്ഥം. ചൂടാണോ ചൂടല്ല, തണുപ്പാണോ തണുപ്പല്ല, രണ്ടും മിതമായി വരുന്നൊരു മാസമാണ് റബീഉൽ അവ്വൽ മാസം, അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസത്തിന്റെ ശ്രേഷ്ഠത, അതിൻ്റെ പവിത്രത ഒക്കെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഈ മാസത്തെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്? പരമാവധി സ്വലാത്തുകൾ പറയുക. ഇബ്രാഹിമിയ സ്വലാത്ത്,
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ഒരു രൂപമാണ്. ഇതുപോലെ ചില രൂപങ്ങളുമുണ്ട്. ഏത് രൂപത്തിൽ ചൊല്ലിയാലും സ്വലാത്ത് തന്നെയാണ്, അതിന്റെ പ്രതിഫലം ഇരട്ടിയാണ് ഇൻഷാ അല്ലാഹ്. മറ്റൊരവസരത്തിൽ സ്വലാത്തിൽ ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ശ്രേഷ്ഠത മാത്രം നമുക്കൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ റബീഉൽ അവ്വൽ 12-ന് മുമ്പ് 1001 വട്ടം ഞാൻ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുമെന്ന് ഇപ്പോഴേ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ഉപ്പമാര് കഴിയുന്നവരെ നിങ്ങൾ നിയ്യത്ത് വെക്കുക. നിങ്ങൾ 12-ന് മുമ്പ് റബീഉൽ അവ്വൽ 12-ന് മുമ്പ് സ്വലാത്ത് ചൊല്ലിത്തീർക്കുക. പ്രത്യേകം നിങ്ങൾ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മുത്തായ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളത്. നമുക്ക് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഈ മാസത്തെ സ്വീകരിക്കാം. ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഒരുപാട് നബിതങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മൗലിദിന്റെ സദസ്സ്, അതുപോലെ മദ്ഹിന്റെ സദസ്സ്, അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിലേക്ക് ആ മുത്തായ ഹബീബിന്റെ ആ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടം, ആ നബിയോടുള്ള ഇഷ്ടം നീ അധികരിപ്പിച്ചു തരണേ അല്ലാ. സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് തരണേ അല്ലാ. മൗലിദ് ഓതാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, എല്ലാത്തിനും ഉപരിയായി മുത്തായ ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പാപികളായ ദോഷികളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമന്റ് എഴുതുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മൗലിദുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് മൗലിദ് ഓതേണ്ടത്, മൗലിദ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണ് വിശദമായി പറയാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.